ആണയിടുന്നതിൽ വിമുഖതയുള്ള ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ആണ ഇടരുത്. സ്വർഗരാജ്യമെന്നത് സമ്പൂർണമായ നീതിയുടെ അഥവാ സാമൂഹിക ഒരുമയുടെ, മനുഷ്യർ പരസ്പരമുള്ള ഐക്യത്തിൻ്റെ ലയഭാവമാണ്. അത് മനുഷ്യർ പരസ്പരമുള്ള സത്യസന്ധതയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ഭൂമിയിൽ നമ്മുടെ വിശ്വാസം ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി നീതിബോധത്തോടുകൂടി ജീവിക്കുകയും ദൈവീക നീതിയാൽ നീതീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊടുക്കുകയും ചെയ്യുക എന്നതാണ്. 3 പടികളായി നമുക്ക് ഈ ധ്യാനത്തെ ക്രമപ്പെടുത്താം. 1. ആണയിടുക എന്ന പ്രവൃത്തി. എൻ്റെ വാക്കും ബോധ്യങ്ങളും വിശ്വാസതലവും വ്യത്യസ്തമായി ഇരിക്കുന്നിടത്താണ് ആണയിടുക എന്ന പ്രക്രിയ നടക്കുന്നത്. ആണയിടുക എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഒരുവൻ പറയുന്നതിൻ്റെ സത്യാവസ്ഥ ദൈവത്തെ സാക്ഷിയാക്കി ഉറപ്പ് നൽകുക എന്നതാണ്. ദൈവനാമം നേരിട്ട് ഉപയോഗിക്കാനുള്ള ഭയം കൊണ്ടാണ് മനുഷ്യൻ മറ്റു വസ്തുക്കളെ കൊണ്ട് ആണയിടുന്നത്. എന്നാൽ ഈ വസ്തുക്കളെല്ലാം ദൈവത്തിൻ്റെതാകയാൽ അവയെ കൊണ്ടും ആണയിടരുത് എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആണയിടലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചില ആണയിടലുകൾ നല്ലതാണ് എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാലും പലപ്പോഴും ആ ആണയിടലുകൾ പോലും പാലിക്കാതെ പോകുകയാണ് ചെയ്യുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ആണയിടുക എന്നത് നിശ്ചയമായും പാപമാണ്. കാരണം ദൈവത്തിൻ്റെതിനെ കൊണ്ട് നമുക്ക് അവകാശത്തോടെ അധികാരത്തോടുകൂടെ ഒന്നും ചെയ്യുവാനുള്ള യോഗ്യതയും അധികാരവും നമുക്കില്ല എന്നത് തന്നെ കാരണം. 2. യഹൂദരുടെ പൊള്ളത്തരം. ഇസ്രായേൽ മതനേതാക്കന്മാരുടെ പൊള്ളയായ പഠിപ്പിക്കലുകൾ ദൈവവചനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ എങ്ങനെ നഷ്ടപ്പെടുത്തുന്നുവെന്ന് യേശു കാണിച്ചു തരുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന വാക്കുകളിലൂടെ യേശു തൻ്റെ പ്രസ്താവനകൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ കർത്താവ് അവതരിപ്പിക്കുകയും പൂർണ്ണമായ വിശദീകരണം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ പറയുന്നു എന്ന വാക്കിലൂടെ യേശു അതിൻ്റെ മുകളിൽ ക്രിസ്തു ധാർമ്മികത വിവരിക്കുകയാണ് ചെയ്യുന്നത്. യേശു സമ്പൂർണത. ചില ശബ്ദങ്ങൾ നല്ലതാണെന്നും ചിലത് ചീത്തയാണെന്നും ഉള്ള തരംതിരിവ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് ഒരിക്കലും ആ ചിന്ത ഇല്ലായിരുന്നു. യേശു പറഞ്ഞു, ദൈവത്തിൻ്റെതായ ഒന്നിനെ കൊണ്ടും നിങ്ങൾ ആണയിടരുത്. കാരണം എല്ലാത്തിനെക്കുറിച്ചും എല്ലാത്തിലും ദൈവ പദ്ധതിയാണ് ഉള്ളത്. സത്യത്തോടുള്ള തുറവിയും ദൈവത്തോടുള്ള വിശ്വസ്തതയും നിലനിർത്തി ആണയിടാതെ തന്നെ മനുഷ്യർക്ക് പരസ്പരം വിശ്വസിക്കാൻ സാധിക്കണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന പൊനേരു എന്ന ഗ്രീക്ക് പദം നപുംസക രൂപത്തിൽ തിന്മയെന്നും പുല്ലിംഗ രൂപത്തിൽ ദുഷ്ടനെന്നും വിവർത്തനം ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവരെ, സബദം ദൈവത്തിൻ്റെതായിരിക്കെ നമുക്ക് ഒന്നിനെ കൊണ്ടും ആണയിടുവാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആണയിടലുകൾ അപൂർണവും ദൈവ പദ്ധതിക്ക് വിരുദ്ധവുമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യരുടെ മുൻപിലും നാം നിശബ്ദതയോടെ ദൈവ പദ്ധതി അന്വർത്ഥമാകുമാറ് ജീവിക്കുക, സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടി നിലനിൽക്കുക എന്നതാണ് പരമപ്രധാനം. പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി നടത്തുന്ന സർവപ്രവൃത്തികളുടെ മുന്നിലും നമുക്ക് വേണ്ടിയുള്ള ദൈവ പദ്ധതിക്ക് മുൻപിലും നമുക്ക് നിശബ്ദമായി മുന്നേറാം. അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ മക്കളായിത്തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.